السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബിൻ്റെ കലാം പരിശുദ്ധ ഖുർആൻ അതിൽ 72-ാമത്തെ അധ്യായം സൂറത്ത് ജിന്നിലെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകളാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് എടുക്കേണ്ടത്. 26 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ അതിൻ്റെ ആശയവും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഞാൻ 27-ാമത്തെ ആയത്ത് ഒന്ന് ഓതി തുടങ്ങാം. നിങ്ങൾ ഖുർആൻ ശ്രദ്ധിക്കണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا من ارتضى من رسول فإنه يسلك من بين يديه ومن خلفه رصدا ليعلم أن قد أبلغوا رسالات ربهم وأحاط بما لديهم وأحصى كل شيء عددا. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഇല്ല മനി ഇർത്തള എന്നുള്ളത് ചേർത്തി ഓതുമ്പോൾ മനിർത്തള ഈ സൈലൻ്റ് ആണ്. ഇല്ല മനിർത്തളോ മിൻ റസൂലിൻ, നൂന് സൈലൻ്റ് ആണ്. മിർ റസൂലിൻ ഫ ഇന്ന ലിയോ ഫ എന്നുള്ളത് ഇഖ്ഫ ആയിട്ട് അവ്യക്തമാക്കി മണിച്ചോദനം. റസൂലിയോ ഫ ഇന്നഹു ഷദ്ദുൽ നൂനിനെ മണിച്ചോദ. യസ്ലുക്കു മിൻ ബൈനി യദൈഹി മിൻ ബൈദി മിൻ ബൈനി സാക്കിന നൂന് ശേഷം ലെറ്റർ വരുമ്പോൾ നൂനിൻ്റെ സൗണ്ട് നമ്മൾ മീമിൻ്റെ സൗണ്ടാക്കി മാറ്റി. മിൻ ബൈനി ചുണ്ട് പൂട്ടി മിംബൈനി യദൈഹി വമിൻ ഖൽഫിഹി. വമിൻ ആ നൂനിനെ വെളിവാക്കിയത്. സാക്കിന നൂന് ഖാ ലെറ്റർ വന്നപ്പോൾ നൂനിനെ വെളിവാക്കിയത് ഇൽഹാർ എന്ന് പറയും. വമിൻ ഖൽഫിഹി റസ്വദ, സ്വാദാണ്, സീനല്ല, റസദല്ല, റസ്വദ. ലി യഅലമ, അത് റസ്വദൻ ലി എന്ന് ചേർത്തി ഓതുമ്പോഴാണ് ആ ലാമിന് ഷദ്ദ് കൊടുക്കേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾ റസ്വദ എന്ന് വഖഫ് ചെയ്ത് അവിടെ നിർത്തുകയാണെങ്കിൽ പിന്നെ നമ്മൾ ലി യഅലമ എന്ന് ഓതരുത്. അവിടെ ലാമിന് ഷദ്ദ് കൊടുക്കേണ്ട. ലി യഅലമ എന്നേ ഓതാൻ പാടുള്ളൂ. ലി യഅലമ അൻ ഖദ് ഖദ് ഇഖ്ഫ ആണ്, അവ്യക്തമാക്കി മണിക്കണം. ഖദ് അബ്ലഗു റിസാലാത്തി റബ്ബിഹിം وأحاط بما لديهم وأحصى كل شيء عددا. ഷെയ്ഇൻ എന്നുള്ളതിനെ വെളിവാക്കിയത് ഷെയ്ഇൻ ശേഷം ഐന് വരുന്നത് കാരണത്താൽ ഷെയ്ഇൻ അദദ. ഷെയ്ഇൻ എന്ന ഐനാക്കി ഉച്ചരിച്ചു പോരുത്. അദദ എന്നാണ്. അദദൻ അടുത്ത സൂറത്തിൻ്റെ ബിസ്മിയുമായി ചേർത്തി ഓതുമ്പോഴാണ് അദദൻ ബിസ്മില്ല എന്ന് ഓതാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു അദദൻ എന്നുള്ള ദാലിന് ഫത്തുഹും അതേപോലെ തന്നെ മീമും കൊടുത്തത്. നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അദദ എന്ന് തന്നെയാണ് നിർത്തേണ്ടത്. നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് ഓതി നോക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇല്ലാ മൻ ഇർതദാ മിർ റസൂലിൻ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി
മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസ്വദാ ليعلم أن قد أبلغوا رسالات ربهم وأحاط بما لديهم وأحصى كل شيء عددا. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് ആയത്ത് قل إن أدري أقريب ما توعدون أم يجعل له ربي أمدا عالم الغيب فلا يظهر على غيبه أحدا. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത സമയം എന്ന് പറയുന്നത് എനിക്കറിയില്ല, അത് സമീപത്താണോ അടുത്താണോ ഇനി അതല്ല അത് വിദൂരതയിലാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ളത് അറിവൊന്നും എനിക്കില്ല. പിന്നെ ആരാണ് ആലിമുൽ ഗൈബ്? ആലിം അവനാണ് അത് ഗൈബ് അദൃശ്യം അറിയുന്നവന്. ആലിം അറിവുള്ളവൻ, അങ്ങേയറ്റം നന്നായി അറിവുള്ളവൻ. അപ്പോൾ ആലിമുൽ ഗൈബ് അദൃശ്യത്തെ അറിയുന്നവനാണ്. ഫലാ യുദ്ഹിറു അവൻ വെളിവാക്കുകയില്ല അലാ ഗൈബിഹി അവൻ്റെ ഗൈബിൽ നിന്നും അവൻ്റെ അദൃശ്യത്തിൽ നിന്നും അഹദൻ ഒരാൾക്കും. അപ്പോൾ ഒരാൾക്കും അവൻ്റെ അദൃശ്യത്തിൽ നിന്ന് അവൻ്റെ അറിവിൽ നിന്ന് അവന് ഒരാൾക്കും വെളിവാക്കി കൊടുക്കുകയില്ല. അപ്പോൾ അദൃശ്യമായ കാര്യം മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അത്തരം കാര്യങ്ങൾ, അതിനാണ് നമ്മൾ അദൃശ്യം എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ ഒരാൾക്കും അള്ളാഹു അത് വെളിവാക്കി കൊടുക്കൂല. അത് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് ഇല്ലാ മനിർത്തല എന്നാണ്. ഇല്ലാ മനിർത്തല. ഇർത്തല ഇർത്തലി എന്ന് വെച്ചാൽ പിന്നെ തൃപ്തിപ്പെട്ടു എന്നുള്ളതാണ്. ഇർത്തല ഇർത്തലി തൃപ്തിപ്പെട്ടു. ഇല്ലാ മനിർത്തല ഇല്ലാ മനിർത്തല അള്ളാഹു പിന്നെ തൃപ്തിപ്പെട്ടവരൊഴികെ, ഇല്ല ഒഴികെ, മൻ ഒരുവൻ, ഇർത്തല തൃപ്തിപ്പെട്ടു, അവൻ തൃപ്തിപ്പെട്ടു, ഇർത്തല. അപ്പോൾ ഇല്ല മനിർത്തല അവൻ തൃപ്തിപ്പെട്ടവരൊഴികെ, മനിർത്തലാത്ത് തൃപ്തിപ്പെട്ടവർ. അപ്പോൾ തൃപ്തിപ്പെട്ടവരിൽ നിന്ന് അവരെ കൂടാതെ, അതാരാണ്? മിർ റസൂൽ റസൂലിൽ നിന്ന്. അപ്പോൾ റസൂലിൽ നിന്ന്, ദൂതന്മാരിൽ നിന്ന് അവൻ തൃപ്തിപ്പെട്ടവരൊഴികെ. അതിനർത്ഥം അവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? തൃപ്തിപ്പെട്ടവർക്ക് അവന് ഗൈബ് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവനെ അറിയിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഫഇന്നഹു തീർച്ചയായും അദ്ദേഹം, ഫഇന്നഹു ആരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിനെയാണ്. യസ്ലുക്കു സലക യസ്ലുക്കു നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പദം. യസ്ലുക്കു പ്രവേശിക്കുന്നു, സലക യസ്ലുക്കു പ്രവേശിക്കുന്നു. യസ്ലുക്കു ഫഇന്നഹു തീർച്ചയായും അവൻ, യസ്ലുക്കു പ്രവേശിപ്പിക്കുന്നു, മിൻ ബൈനി യദൈഹി മിൻ ബൈനി ഇടയിൽ നിന്ന്, യദൈഹി കൈകളിൽ, കൈകളുടെ ഇടയിൽ നിന്ന്. കൈകളുടെ ഇടയിൽ എന്ന് വെച്ചാൽ രണ്ട് കൈയിൻ്റെയും ഇടയിൽ, രണ്ട് കൈയിൻ്റെ ഇടയിൽ ഇതാണ്. അപ്പോൾ എന്താണ്? ഫ്രണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്, മുമ്പിൽ ഉള്ളത് എന്നുള്ളതാണ്. വമിൻ ഖൽഫിഹി, ഖൽഫ് ബാക്ക്, പിറക്. സാധാരണ നമ്മൾ അമാമ് വറാ എന്നാണ് ബാക്കും ഫ്രണ്ടിനും പറയാറുള്ളത്. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന പദമാണ് മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി എന്നുള്ള. ഖൽഫ് പുറകു വശം. റസ്വദൻ, റസ്വദ് എന്ന് വെച്ചാൽ പാറാവുകാരെന്നാണ്. കാവൽക്കാർ, പാറാവുകാർ. റസ്വദ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷിഹാബ റസ്വദ എന്ന ഈ സൂറത്ത് തന്നെ പഠിച്ചിട്ടുണ്ട് അത്. ശരി. ഇല്ലാ മനിർത്തദാ മിർ റസൂലിൻ അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ള വല്ല റസൂലിനുമല്ലാതെ, അങ്ങനെയുള്ളവർക്കല്ലാതെ എന്ത് ചെയ്യൂല? ലാ യുദ്ഹിറു അലാ ഗൈബിഹി അവൻ്റെ ഗൈബിൽ നിന്ന് അവന് വെളിവാക്കുകയില്ല.
അതാണ് പറഞ്ഞത്. യസ്ലുക്കു മിൻ ബൈനി യദൈഹി മിൻ ഖൽഫിഹി റസദ. ഫഇന്നഹു, എന്നാൽ അദ്ദേഹമാവട്ടെ, യസ്ലുക്കു മിൻ ബൈനി യദൈഹി മിൻ ഖൽഫിഹി റസദ, അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും അവൻ എന്താക്കുന്നു? യസ്ലുക്കു, പ്രവേശിപ്പിക്കുന്നു, മിൻ ബൈനി യദൈഹി, അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെയും, വമിൻ ഖൽഫി, അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെയും, റസ്വദൻ, പാറാവുകാരെ. ഇൻഷാല്ലാ വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. എൻ്റെ വാക്കർത്ഥങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. ലി യഅലമ, അലിമ യഅലമു, അറിഞ്ഞു മനസ്സിലാക്കി എന്നൊക്കെ അർത്ഥം. ലി യഅലമ എന്ന് പറയുമ്പോൾ അറിയുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി. ലി യഅലമ, അറിയുന്നതിന് വേണ്ടി. അൻ ഖദ്, തീർച്ചയായും ഉണ്ടെന്ന്. അൻ ഖദ്, തീർച്ചയായും ഉണ്ടെന്ന്. അബ്ലഗു, അബ്ലഗു, അവൻ എത്തിച്ചു. അബ്ലഗു, അബ്ലഗു, അവർ എത്തിച്ചു. അബ്ലഗു ബഹുവചനമായിട്ടാണ്. അബ്ലഗു, അബ്ലഗ യബ്ലഗു, അബ്ലഗ അബ്ലഗ യുബ്ലഗു എന്നാണ് അതിൻ്റെ പിന്നെ പാസ്റ്റ് ടെൻസ്, അഥവാ പിന്നെ ഫിഉലുൽ മാളി. അബ്ലഗ എന്ന് വെച്ചാൽ എത്തിച്ചു. അബ്ലഗ, അബ്ലഗ യുബ്ലിഗു എന്നാട്ടോ. അബ്ലഗ യുബ്ലിഗു, അങ്ങനെയാണ്. അബ്ലഗ യുബ്ലിഗു, അബ്ലഗ എത്തിച്ചു. അബ്ലഗു, അവർ എത്തിച്ചു. റിസാലാത്ത്, റിസാലാത്ത് അറിയാലോ. റിസാലാത്ത് ദൗത്യം, റിസാലാത്ത് ദൗത്യങ്ങൾ. റിസാലത്ത് എൻ്റെ ജമ്മാണ് റിസാലാത്ത്. റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ. അതോടൊപ്പം തന്നെ എന്തുണ്ട്? അഹാത്വ, അഹാത്വ എന്ന് വെച്ചാൽ വലയം ചെയ്തു. അഹാത്വ യുഹീത്തു, വലയം ചെയ്തു. അഹാത്വ യുഹീത്തു, വലയം ചെയ്തു. ബിമാ ലദൈഹിം, അവരുടെ അടുക്കലുള്ളതിനെ. ബിമാ ലദൈഹിം, അവരുടെ അടുക്കൽ, അവരുടെ കൈകളിലുള്ളതിനെ, അവരുടെ അടുക്കലുള്ളതിനെ എന്നൊക്കെ അർത്ഥം. വ അഹ്സ്വ, അഹ്സ്വ വെച്ച കണക്കാക്കുക. അഹ്സ്വ, അഹ്സ്വ കണക്കാക്കുക. കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളിൽ നിന്നും. അദദൻ, എണ്ണത്തെ. അപ്പൊ എന്താണ് പറഞ്ഞത്? ലിയഅലമ അൻ ഖദ് അബ്ലഗു റിസാലാത്തി റബ്ബിഹിം. ലിയഅലമ അൻ ഖദ് അബ്ലഗു റിസാലാത്തി റബ്ബിഹിം, അവർ തങ്ങളുടെ റബ്ബിന്റെ റിസാലത്തുകൾ എത്തിച്ചു കൊടുത്തു എന്ന് ലിയഅലമ, അറിയിക്കുന്നതിന് വേണ്ടി. ലിയഅലമ, അറിയിക്കുന്നവൻ, അൻഖദ്, തീർച്ചയായും ഉണ്ടെന്ന്, അബ്ലഗു, എത്തിച്ചിട്ടുണ്ടെന്ന്, റിസാലാത്ത് ദൗത്യങ്ങൾ, റബ്ബിഹി, അവരുടെ രക്ഷിതാവിൻ്റെ ദൗത്യങ്ങൾ എത്തിച്ചു കൊടുത്തു എന്ന് അറിയുന്നതിന് വേണ്ടി. അറിയുന്നതിന് വേണ്ടിയാണ് എന്ത്? മുകളിൽ പറഞ്ഞ റസ്വദിനെ, പാറാവുകാരെ നിർത്തിയത്. അതാണ് പറഞ്ഞതിനർത്ഥം. പിന്നെയോ അഹാത്തു ബിമാ ലദൈഹിം വ അഹ്സാ കുല്ല ഷൈഇൻ അദദ. അഹാത്തു ബിമാ ലദൈഹിം, അതേപോലെ തന്നെ എന്താണ്? അവരുടെ അടുക്കലുള്ളതിനെ എന്തായിരിക്കും? അഹാത്വ, വലയം ചെയ്യുന്നു, അല്ലെങ്കിൽ സൂക്ഷ്മമായി അറിയുന്നു. അഹാത്വ, വലയം ചെയ്യുക, സൂക്ഷ്മമായി അറിയുക എന്നൊക്കെയാണ്. ബിമാ ലദൈഹിം, അവരുടെ അടുക്കലുള്ളതിനെ. മാത്രമല്ല വ അഹ്സ്വ, അത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്, കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. കുല്ല ഷൈഇൻ അദദ, എല്ലാ വസ്തുക്കളെക്കുറിച്ചുള്ള അറിവും. ഒറ്റക്കൊറ്റക്ക് വേർഡ്സ് പറയുമ്പോൾ അതിന് ഒരു അവ്യക്തത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇൻഷാല്ലാ ഒന്നിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. നമ്മൾ പറഞ്ഞത് ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ എന്നുള്ളതാണ്. എല്ലാ അദൃശ്യ കാര്യങ്ങൾ അറിയുന്ന അല്ലാഹുവാണ്, അവൻ ഒരാൾക്കും ഗൈബ് അറിയിച്ചു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു, ഇല്ലാ മനിർ തവാമിർ റസൂലിൻ, അള്ളാഹു സുബ്ഹാനഹു തൃപ്തിപ്പെട്ട റസൂലുകൾക്കല്ലാതെ. അള്ളാഹു തൃപ്തിപ്പെട്ട റസൂലിനെ അത് അറിയിച്ചു കൊടുക്കും. ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെയും അതേപോലെ മുന്നിലും പിന്നിലുമൊക്കെ എന്തുണ്ട്? പാറാവുകാരെ പ്രവേശിപ്പിച്ചുകൊണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ നിന്ന്, ആകാശലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്കാണ് അള്ളാഹു വഹി എത്തിക്കുന്നത്. അള്ളാഹു നേരിട്ട് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന രീതിയല്ല ഉള്ളത് നമുക്കറിയാം. പിന്നെ ആരാണ്?
ജിബ്രീൽ അലൈഹിസ്സലാം, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം ആണ് അള്ളാഹുവിൽ നിന്ന് വഹി എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വഹി എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, പിന്നെ ഏതൊരു അള്ളാഹുവിൽ നിന്നുള്ള വചനവും 4 മലക്കിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഓരോ ആയത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയെന്നാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോടൊപ്പം തന്നെ 4 മലക്കുകൾ മുമ്പിലും പിമ്പിലും റൈറ്റും ലെഫ്റ്റും ഒക്കെ ആയിക്കൊണ്ട് 4 മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് ഓരോ ആയത്തുകളും ഭൂമി ലോകത്തേക്ക് ഇറക്കിയത്. അതാണ് ഈ പറഞ്ഞത് ഫൈനഹു യസ്ലുക്കു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി, മുമ്പിലും പിമ്പിലും ഒക്കെ പാറാവുകാരെ പ്രവേശിപ്പിച്ചുകൊണ്ടാണ് ആ ആയത്ത് ഓരോ വചനങ്ങളും അള്ളാഹു ഇറക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സൂറയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. അപ്പോഴെൻ്റെ കൃത്യമായി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ആകാശലോകത്ത് നിന്ന് ജിന്നുകൾ കട്ട് കേൾക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൽക്കകളെ കൊണ്ട് അവരെ എറിഞ്ഞ് ഓടിക്കുന്നതും ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ ഇസ്ലാമിനോട് പറയുന്ന വിഷയങ്ങളിൽ ചോർച്ചയോ കാര്യങ്ങളോ ഉണ്ടാവുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. മലക്കുകൾ പരസ്പരം സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കട്ട് കേൾക്കുന്ന സാഹചര്യങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്ന ഒരു വഹീനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തെക്കുറിച്ചും അത് വളരെ കൃത്യമായ രൂപത്തിൽ അള്ളാഹു റസൂലിന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് 4 സുബ്ഹാനല്ലാഹ് ഓരോ ആയത്തുകളും അള്ളാഹു റസൂൽ പറയാം 4 പിന്നെ മലക്കുകളുടെ അകമ്പടിയോട് കൂടിയാണ് ഓരോ ആയത്തും അള്ളാഹു ഭൂമി ലോകത്തേക്ക് എത്തിച്ചു തരുന്നത്. എന്താ ഇതിൻ്റെയൊക്കെ പവിത്രത, എന്താ അതിൻ്റെയൊക്കെ പവർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്തിനാണ് ഇവരെ ഈ 4 ആളുകളെ പറഞ്ഞയക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അടുത്ത ആയത്തിൽ പറയാം. അപ്പോൾ നമുക്ക് ആ ആശയം ക്ലിയർ ആയി കിട്ടും. ലിയഅലമ അൻ ഖദ് അബ്ലഗു റിസാലത്തി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ റിസാലത്ത് അവർക്ക് എത്തിച്ചു എന്നുള്ളതിനെ അവർക്ക് അത് അള്ളാഹുവിന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ലിയഅലമ എന്നാൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ പണ്ഡിതന്മാർ 2 അർത്ഥത്തിൽ അവിടെ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന് ഈ പറഞ്ഞതുപോലെ ഖുർആനിൻ്റെ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള ഓരോ വചനങ്ങളും അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി എത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. അത് അറിയാഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല പറയുന്നത്. നേരെ മറിച്ച് അതിൻ്റെ ആ ഒരു ഗാംഭീര്യത്തെക്കുറിച്ചും അതിൻ്റെ പവിത്രതയെക്കുറിച്ചും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. രണ്ടാമത്തെ വിശദീകരണമായി പറയുന്നത് റസൂലുള്ള, അതാണ് കൂടുതലും പണ്ഡിതന്മാർ വിശദീകരിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ എന്തൊക്കെ മെസ്സേജുകളുണ്ട്, വഹയുണ്ടോ, അത് കൃത്യമായും റസൂലിനെ എത്തിച്ചു എന്ന് റസൂലിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് 4 മലക്കുകളുടെ അകമ്പടിയോടുകൂടി എത്തിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വളരെ ക്ലിയർ ആണ് ലിയഅലമ അൻ ഖദ് അബ്ലഗു റിസാലത്തി റബ്ബിഹിം എന്നുള്ളത്. അവിടെ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ അവസാനിപ്പിച്ചില്ല. അതാണ് റബ്ബിൻ്റെ സുബ്ഹാനല്ലാഹ് ഖുർആനിൻ്റെ ഒരു അമാനുഷികതയും. പിന്നെന്താണ് വ അഹാത ബിമാ ലദൈഹിം, അവരുടെ കൈകളിലുള്ളതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നു. ആര്? അള്ളാഹു. അറിയിച്ചു കൊടുക്കുന്ന എന്തൊരു കാര്യം ആവട്ടെ, അത് മലക്കുകൾ പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും അള്ളാഹുവിനില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളും വരൂല. അതാണ് അത് അള്ളാഹു അവിടെ കൃത്യമായി പറഞ്ഞു. അവരുടെ കൈകളിലുള്ള എന്തൊക്കെ സംഭവിക്കുന്ന വിഷയങ്ങളുണ്ട് അത് മുഴുവനും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് കൃത്യമായി അറിയുന്നതാണ്. അള്ളാഹിനെ അറിയാത്തൊരു കാര്യമില്ല. മാത്രമല്ല അഹ്സ്വാ കുല്ല ഷൈഇൻ അദദ, ഓരോന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായും അവൻ അതിൻ്റെ ഓരോന്നിൻ്റെ എണ്ണം പോലും കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവിൻ്റെ ഇൽമ് എത്രയാണുള്ളത്, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ അറിവ് എത്രയാണ്. ഓരോ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന ഉണങ്ങിയ ഇലയെ പോലും യസ്ഖുതു അല്ലേ, അള്ളാഹുവിൻ്റെ പ്രയോഗം സുഹൃത്ത് അൻആമിലൊക്കെ അതുപോലും അള്ളാഹുവിനറിയാം. സസൂക്ഷ്മം അള്ളാഹുവിൻ്റെ ശ്രദ്ധയിലില്ലാത്ത അറിവില്ലാത്ത കാര്യം ഒന്നുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ പിന്നെ ജിബ്രീൽ ഇസ്ലാമിനോട് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അത് ഓരോന്നും ഭൂമി ലോകത്ത് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ഓരോന്നും ക്ലിപ്തപ്പെടുത്താൻ അള്ളാഹുവിന് സാധ്യമാണ്. വഅഹ്സ്വ കുല്ല ഷൈഇൻ അദദാണ്. അള്ളാഹു എല്ലാറ്റിൻ്റെ എണ്ണവും എന്താക്കിയിട്ടുണ്ട്, കണക്കാക്കി എല്ലാ സർവ്വ വസ്തുക്കളുടെയും എണ്ണം വരെ അള്ളാഹു എന്താക്കിയിട്ടുണ്ട്, അത് കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്.
അതാണ് അള്ളാഹു അഹാത്ത ബിമാലിദിഹിം ബാഷാഖുല്ലഷീൻ ആയതത എന്ന് പറയുന്നത്. നമ്മൾ സൂറത്തു ബഖറ സൂറയിലെ ആയത്തുൽ കുർസി ഓതുമ്പോൾ നമ്മൾ ഓതാറ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. മൻ ദല്ലദി ആരാണുള്ളത് യശ്ഫഉ ശുപാർശ ചെയ്യാൻ ഐന്ദഹു അവൻ്റെ അടുക്കൽ ഇല്ല ബി ഇതിനി അവൻ്റെ പെർമിഷൻ ഇല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാൻ ആരാണുള്ളത് അത് ചോദിക്കുകയാണ്. ഖുറാനിൽ ഏറ്റവും മഹത്വമേറിയ ആയത്താണ്, ഇമ്പോർട്ടൻ്റ് ആയാണ് ആയത്തുൽ കുർസി എന്നുള്ളത്. അറിയാത്തവരുണ്ടെങ്കിൽ കാണാതെ നിർബന്ധമായിട്ട് പഠിക്കണം. എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം നിർബന്ധമായി ഓതേണ്ട ആയത്താണ്. ആരെങ്കിലും കൃത്യമായി ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മരണം മാത്രമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതെന്ന് പോലും ഹദീസിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്നതാണ്, എൻ്റെ അർത്ഥവും മനസ്സിലാക്കേണ്ടതാണ്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചതേ ആയത്ത് വേഴ്സുകൾ തന്നെയാണ് അള്ളാഹു അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഅലമു അവൻ അറിയുന്നു, മാ ബൈന ഐദീഹിം വമാ ഖൽഫ അവൻ്റെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും അവൻ അറിയുന്നു. അള്ളാഹുവിന് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചർ അങ്ങനെയൊന്നും റബ്ബിനില്ല. അതുകൊണ്ട് എല്ലാ കാലവും അള്ളാഹുവിന് ഒരുപോലെയാണ്. അതവൻ്റെ അറിവിൻ്റെ കഴിവാണ്. അപ്പോൾ എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വലാ യുഹീതൂന ബിശൈഇൻ അവർ യാതൊന്നും സൂക്ഷ്മമായി അറിയുകയില്ല, ഒരു വസ്തുവും മിൻ ഇൽമിഹി അവൻ്റെ അറിവിൽ നിന്നും ഇല്ല ബിമാഷ അവൻ ഉദ്ദേശിച്ചതൊഴികെ. അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു അറിയിച്ചു കൊടുക്കണമെന്ന് അള്ളാഹു തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർക്കറിയാൻ പറ്റൂ എന്നാണ് പറഞ്ഞതാണ്. ഇത് നമ്മുടെ ഈ അഖീദയുമായും ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക്, തങ്ങന്മാർക്ക്, ബീവിമാർക്ക് ഇങ്ങനെയൊക്കെ അദൃശ്യ കാര്യങ്ങൾ അറിയാം, വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അറിയാം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ ആളുകൾ അവരുടെ അടുക്കിലേക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി പോവാറുണ്ട്. അപ്പോൾ അവിടെ അള്ളാഹു കൃത്യമായും ബോധ്യപ്പെടുത്തി തരികയാണ് ഈ വിഷയത്തിലൂടെ. പ്രവാചകന്മാർക്ക് തൃപ്തിപ്പെടും, അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഒരിക്കലും മുഅ്ജിസത്തും കറാമത്തും ഒക്കെ അവനവന് തോന്നുന്ന സമയത്തും ഇഷ്ടപ്പെടുന്ന സമയത്തൊക്കെ അത് പ്രകടിപ്പിക്കാനോ കാര്യങ്ങളോ പറ്റുന്നൊരു വിഷയമേ അല്ല. അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവനെ അറിയിച്ചു കൊടുക്കുന്ന കാര്യം മാത്രം. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒട്ടേറെ കാര്യങ്ങൾ നമുക്കറിയാം. അവരറിയാതെ പോയ വിഷയങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ അറിഞ്ഞ വിഷയങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ പ്രവാചകന്മാരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന പല വിഷയങ്ങളും അവരെ പല അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ വിധിക്കുക, ഒരു സ്വത്ത് തർക്കവുമായി വന്നിട്ടുള്ള ഒരാളോട് പറയുന്നുണ്ട്, ഇതാ ഞാൻ ബാഹ്യമായ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ വിധി കൽപ്പിക്കുക. നിങ്ങൾ അന്യായമായിട്ടാണ് നിങ്ങൾ എൻ്റെ പക്കൽ നിന്ന് സ്വത്ത് പോകുന്നതെങ്കിൽ നിങ്ങൾ നരകത്തിൻ്റെ ഒരു കഷ്ടമാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാഹ്യമായ രൂപത്തിൽ നേരെ മറിച്ച് ചില വിഷയങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൂത സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സൽക്കരിച്ചിട്ട് ഒരു സംഭവം നിങ്ങൾക്കറിയാം. വിഷം കലർത്തിയ മാംസം കൊടുത്ത സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 സഹാബികൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ മരണപ്പെടുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ വായിലേക്ക് വെക്കാൻ വെച്ച സമയത്താണ് വഹയിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിനെ തിന്നരുതെന്ന് അറിയിക്കുന്നത്. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ രക്ഷപ്പെടുന്നത്. പക്ഷേ വായിൽ വെച്ച് പോയിട്ടുണ്ടായിരുന്നു, ഇറക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. അവസാനം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, അന്ന് ജൂതപ്പെണ്ണ് വെച്ച അതിൻ്റെ ആ പോയ്സൻ്റെ ചില അംശങ്ങൾ ഇപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന രൂപത്തിൽ പറയുന്നുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ഹദീസിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്ന രൂപത്തിൽ അറിയാമെന്ന്. ആസിം റളിയല്ലാഹു അൻഹു ഒരു 10 അംഗ സംഘത്തിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആസിം റളിയല്ലാഹു പ്രാർത്ഥിക്കുന്ന റസൂലെ എന്നെ രക്ഷപ്പെടുത്തണ എന്നുള്ളതല്ല, അള്ളാഹിനോട് ദുആ ചെയ്യാണ്, അള്ളാഹുവെ ഞാനിങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്, എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ അവർ കൊന്നു കളഞ്ഞു, ഈ വിഷയം അള്ളാഹിൻ്റെ റസൂലിനെ അറിയിക്കണം റബ്ബേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്താട്ടോ അത്. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹിൻ്റെ റസൂലിനോട് വന്ന വിവരം അറിയിച്ചപ്പോഴാണ് അള്ളാഹിൻ്റെ റസൂല് ആ കാര്യം അറിയുന്നത്. അപ്പോൾ ഗൈബിയായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന സമയത്ത് അറിയുന്നു എന്നല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരമോ കാര്യങ്ങൾക്ക് ഇപ്പോൾ എത്രയോ ആളുകൾ ഭാവി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാം എന്ന് പറഞ്ഞപ്പോൾ ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ടല്ലോ.
ജ്യോത്സ്യന്മാരെ സമീപിക്കുക എന്നുള്ളത്. അതേപോലെ ഈ ഹസ്തരേഖ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കൈനോക്കുന്ന സംഭവം ഇപ്പം അത് കുറവാണ്. നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഓർമ്മയുണ്ട്, ഏറെക്കുറെ വീടുകളിലൊക്കെ തന്നെ ഒരു തത്തയുമായി ഒരു ബോക്സിൽ പിന്നെ ഒരു കൂടിൽ എന്താണ് ഒരു തത്തയും വെച്ച് കുറേ ഷീട്ടുമായി കൊണ്ട് ചില സ്ത്രീകളൊക്കെ ഇങ്ങനെ നടന്നു പോകും. എന്നിട്ട് ഓരോരുത്തരെ കൈ വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, അവർ ഭാവി പറഞ്ഞു കൊടുക്കും. ഒരു ഭാവി ഇല്ലാത്ത ആൾക്കാരാണ് ഭാവി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നും അങ്ങനെ അതിനെ വിശ്വസിക്കുന്ന ആൾക്കാർ, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട് ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ആളുകൾ. മുസ്ലിം സമുദായത്തിലും ചില ആളുകളൊക്കെ ഉണ്ട്. ചില വിവാഹ കാര്യങ്ങൾ നിശ്ചയിക്കുമ്പോൾ ചില ആൾക്കാരുടെയൊക്കെ പോയിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് നോക്കാം. അതേപോലെ ചിലർ ഒരു ഷോപ്പ് അത് അതിൻ്റെ ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദിവസത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെ പല രൂപത്തിലും ആളുകളെ ഭാവി അവർക്ക് അറിയുമെന്ന് കരുതിയിട്ട് പോയി പെർമിഷൻ എടുക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ അത് തൗഹീദിൻ്റെ ഈ വിഷയത്തിനെതിരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് കൃത്യമാണ്, ആലിമുൽ ഗൈബ്, അവനാണ് ഗൈബ് അറിയുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അഖീദയുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ടാണ് അത്രയും ഗൗരവത്തിൽ ആ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ള കാരണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു ഈ സൂറത്ത് ഇവിടെ അവസാനിക്കണം. 28 ആയത്തുകളിലൂടെ അള്ളാഹു ഒരുപാട് വിഷയങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ജിന്ന്, സൂറത്തിൻ്റെ പേര് തന്നെ ജിന്നാണ്. ജിന്നുമായി ബന്ധപ്പെട്ട 15ഓളം ആയത്തുകൾ ശരിക്ക് ജിന്നുകളുമായുള്ള അവരുടെ സംഭാഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പൊതുവെ അവരിലുള്ള നല്ല ആളുകളെക്കുറിച്ചും ചീത്ത ആളുകളെക്കുറിച്ചൊക്കെ അള്ളാഹു പരിചയപ്പെടുത്തി. അതോടൊപ്പം തന്നെ എല്ലാറ്റിൻ്റെയും മുഖ്യം അത് തൗഹീദാണെന്നതിനെക്കുറിച്ച് നമ്മൾ ബോധ്യമായി. പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില താക്കീതുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. അള്ളാഹുവിന് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ. അള്ളാഹിനെ കൂടാതെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുതെന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ ഈ സൂറത്തിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുർആൻ ഓതുന്ന സമയത്തൊക്കെ ആയത്തിൻ്റെ അർത്ഥങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഓരോ ആയത്തുകൾ ഓതുമ്പം അത് നമുക്ക് ആയത്തുകളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെമായി ബന്ധപ്പെട്ട് നമ്മൾ ചെറിയൊരു ടെസ്റ്റ് സാധാരണ നടത്തുമ്പോൾ നടത്തും. അടുത്ത ആഴ്ചയല്ല, അതിൻ്റെ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ സൂറത്തുൽ ജിന്നിൻ്റെ ചെറിയൊരു ടെസ്റ്റ് നടത്താം. നിങ്ങൾ ടെസ്റ്റ് നടത്തുന്നത് നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാനും ഒന്നുകൂടി ഒരുങ്ങാനും ഒക്കെ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒരുങ്ങണം ഇൻഷാ അല്ലാഹ്. ജീവിതത്തിലെ നിസ്സാരമായ വളരെ ചെറിയൊരു സമയം മാത്രമേ ഈ ഭൂമി ലോകത്ത് നമുക്കൊക്കെ കിട്ടുന്നത്. നമ്മൾ കുറേ കാലമുണ്ട്, നാളുണ്ടെന്നൊന്നും കരുതിയിട്ടൊന്നും കാത്തു നിൽക്കണ്ട. ഒരു സെക്കൻഡുകൾ മതി ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഔട്ടാവാൻ, അപ്രത്യക്ഷമാവാൻ എന്ന ബോധത്തോടു കൂടി നമ്മൾ കൂടുതൽ നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചെറിയ സമയമാണെങ്കിൽ അള്ളാഹു ഈ സമയത്തെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നന്നായി അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഈമാനും ഇൽമും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.